തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും മധുരൈ ജംഗ്ഷൻ വരെ പോകുന്ന അമൃത എക്സ്പ്രസ്സിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അമൃതയ്ക്ക് കയറാനായിട്ട് ഞാനിപ്പോൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിട്ടുള്ളത്. രാത്രി ഇപ്പോൾ സമയം ഒരു 10 മണി കഴിഞ്ഞ ടൈമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ വരും. അപ്പോൾ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇനി അമൃതയ്ക്കും രാജ്യറാണിക്കും പോകാനുള്ള ആളുകളൊക്കെയാണുള്ളത്. പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണെങ്കിൽ കൊല്ലം മെമു വരാനുണ്ട്. എറണാകുളം കൊല്ലം മെമു, അതിന് പോകാനുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് കരുനാഗപ്പള്ളിയുടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത്. അവിടെ ആയിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം വരെ പോകുന്ന രാജധാനി എക്സ്പ്രസ്സാണ് ഈ പ്ലാറ്റ്ഫോം നമ്പർ 2 കൂടെ സ്കിപ്പ് ചെയ്യുന്നത്. ഈ ട്രെയിൻ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് കൊല്ലം ജംഗ്ഷനിലാണ്. ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് കൊല്ലം ജംഗ്ഷനിലാണ് രാജധാനി എക്സ്പ്രസ്സിന്. അമൃത എക്സ്പ്രസ് അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഒരു 10:15 WP4 ആണ് ലോക്കോമോട്ടീവ്. ഇനിയിപ്പം രാത്രി ആയതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കുന്നില്ല. നേരം വെളുത്തിട്ട് എടുക്കാനാണ് പ്ലാൻ. ഇതിൻ്റെ സ്ലീപ്പറിലാണെങ്കിൽ സീറ്റ് കിട്ടിയത് S4-ലെ ഒരു മിഡിൽ ബർത്താണ്. അപ്പോൾ ഇനി അതൊക്കെ കയറി നേരെയാക്കിയിട്ട് കിടക്കണം. ട്രെയിൻ ഇപ്പോൾ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സമയം ഒരു 3:45 ആയിട്ടുണ്ട്. പാലക്കാട് ജംഗ്ഷൻ ഇവിടെ വെച്ച് വാട്ടറൊക്കെ നിറയ്ക്കുന്നുണ്ട് വണ്ടിക്കകത്ത്. ഇനി ഇവിടുന്ന് ലോക്കോ റിവേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് പാലക്കാട് ടൗൺ വഴി കയറിയാണ് പൊള്ളാച്ചി, പളനി, അങ്ങനെയാണ് മധുരയിലേക്ക് പോകുന്നത്. ട്രെയിൻ ഇപ്പോൾ പളനി റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരം വെളുത്തു. പാലക്കാടായപ്പോൾ ഒന്ന് ഉണർന്നായിരുന്നു. അന്നേരമാണ് വീഡിയോ എടുത്തത്. ഇപ്പം പിന്നെയും കയറി കിടന്നു. ഇപ്പോൾ രാവിലെ പളനി ആയപ്പോൾ എഴുന്നേറ്റ്. ഇവിടെ ഇറങ്ങാൻ കുറേ പേരുണ്ട് ഈ ട്രെയിനിനകത്ത്. അങ്ങനെ പളനി റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 പ്ലാറ്റ്ഫോമാണ് കാണാൻ പറ്റുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. കണ്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടിക്കകത്ത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ. സൂര്യനൊക്കെ പതുക്കെ ഉദിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ സൈഡിൽ. ഇപ്പോൾ ഇവിടെ MGR ചെന്നൈ സെൻട്രൽ പാലക്കാട് എക്സ്പ്രസ് വരുന്നുണ്ട്. അതിന് പോകാനുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് നമ്മുടെ ട്രെയിൻ വന്നത്. ഇതാണ് നമ്മുടെ കോച്ച് S4-ലൊരു മിഡിൽ ബർത്താണ് എനിക്ക് കിട്ടിയത്. ഇവിടെ പളനി എന്ന് എഴുതിയിരിക്കുന്ന ഒരു ചെറിയ നെയിം ബോർഡും കാണാൻ പറ്റും. ഇനി മധുര എത്തുന്നതിന് മുമ്പ് ആകെ 2 സ്റ്റോപ്പുകളേ ഉള്ളൂ, ഒട്ടൻചത്രവും ഡിണ്ടിക്കിളും. സൂര്യൻ ഇപ്പോൾ നല്ലപോലെ ഉദിച്ച് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാലക്കാട് എക്സ്പ്രസ് ഇപ്പോൾ എത്തും. MGR ചെന്നൈ സെൻട്രൽ പാലക്കാട്. നല്ല റെയിൽവേ സ്റ്റേഷനാണ് കാണാൻ. ചുറ്റിനും നല്ല സീനറിയൊക്കെയാണ്. ഈ രാവിലെ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല ഇപ്പം ആ പ്ലാറ്റ്ഫോമിലൊന്നും. പാലക്കാട് എക്സ്പ്രസ് അങ്ങനെ ആ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ട്. MGR ചെന്നൈ സെൻട്രൽ പാലക്കാട് എക്സ്പ്രസ്. ഇതൊരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും കൂടാണ്. MGR ചെന്നൈ സെൻട്രൽ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സാണ്. പാലക്കാട് ജംഗ്ഷൻ വരെ പോകുന്നു. പളനിയിൽ നിന്ന് അങ്ങനെ നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ആ പാലക്കാട് സൂപ്പർ ഫാസ്റ്റിന് വന്ന ആളുകളാണ് ഇപ്പം ആ പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റുന്നത്. കുറേ പേര് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അമൃത എക്സ്പ്രസ് പളനിയിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അടുത്ത ഇനി ഒടഞ്ചത്രം.
ഛത്രപതി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്ര നേരം നല്ല സ്പീഡിൽ തന്നെയാണ് ട്രെയിൻ പോയത്. അങ്ങനെ ഛത്രപതി റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഈ റൈറ്റ് സൈഡിലാണ് കുറച്ചുകൂടെ നല്ല കാഴ്ചകളുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത്ര നേരം ഞാൻ ആ ലെഫ്റ്റ് സൈഡിലായിരുന്നു ഇരുന്നത്. നല്ല വെയിലുണ്ട്. ഡയറക്റ്റ് ക്യാമറയിലോട്ടാണ് വെയിൽ വന്നടിക്കുന്നത്. അതുകൊണ്ടൊന്നും വ്യക്തമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഒട്ടൻചത്രം റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒടൻചത്രം റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ ട്രെയിൻ കയറുകയാണ്. അങ്ങനെ തന്നെയാണോ തമിഴിൽ ഈ സ്ഥലത്തിൻ്റെ പേര് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പറയുകയാണ്. സൂര്യപ്രകാശം നേരെ ഫോണിലേക്ക് അടിക്കുകയാണ്, അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഒടൻചത്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുക്കുകയാണ്. അടുത്ത ഇനി ഡിണ്ടിക്കിൾ ജംഗ്ഷൻ. നല്ല വെയിലാണ്, ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒടൻചത്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിനും പോവുകയാണ്. ഇനി ഡിണ്ടിക്കിൾ ജംഗ്ഷനും കൂടെ ഉള്ളൂ ഈ ട്രെയിൻ സ്റ്റോപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ മധുരൈ ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് കുറേ സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്, അല്ല കുറേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉണ്ട് ഇതിനിടയ്ക്ക്. അവിടെ ഒന്നും ഈ ട്രെയിൻ സ്റ്റോപ്പില്ല. നല്ല സ്പീഡാണ് ഈ ട്രെയിനിന്. അതുപോലെ തന്നെ മറ്റേ ഹൗസ് കീപ്പിങ്ങിൻ്റെ ആൾക്കാരൊക്കെ വന്നു. ട്രെയിൻ നല്ല ക്ലീനാണ് കേട്ടോ. ടോയ്ലറ്റും എല്ലാം ക്ലീനാണ്. അവരന്നേരം ഒരു പേപ്പറിനകത്തൊക്കെ എഴുതി മേടിച്ചിട്ടുണ്ട്. ടോയ്ലറ്റൊക്കെ നല്ല ക്ലീനായിരുന്നു S4-ൻ്റെ, ഒരു വൃത്തികേടുമില്ല. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് അക്കരൈ പാട്ടി അങ്ങനെ കണ്ടാണ്. ഡിണ്ടിക്കിളിനും ഒട്ടൻചത്രത്തിനും ഇടയിലുള്ള ഏക റെയിൽവേ സ്റ്റേഷനാണ് അക്കരൈ പാട്ടി. അതാണ് ഇപ്പോൾ സ്കിപ്പ് ചെയ്യുന്നത്. ട്രെയിൻ അങ്ങനെ ഡിണ്ടിക്കിൾ ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. സ്പീഡൊക്കെ കുറഞ്ഞു. ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ ഡിണ്ടിക്കിൾ ജംഗ്ഷൻ.
ഈ ട്രെയിന് ടോട്ടൽ 23 സ്റ്റോപ്പുകളാണുള്ളത്. അതിൽ 18 നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഡിണ്ടിക്കിൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ നേരം നിർത്തിയിടാൻ ചാൻസ് ഉണ്ട്. 1 മണിക്കൂറിനടുത്തെങ്കിലും നിർത്തിയിടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ്, നേരത്തെയാണ് വന്ന് കയറുന്നത്. 8:40 ഡിണ്ടിക്കിളിൽ നിന്ന് ട്രെയിൻ എടുക്കേണ്ട സമയം. ഇതിപ്പം 7:45 മുമ്പ് തന്നെ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ട്രെയിൻ. ഇനി ഇവിടെ 1 മണിക്കൂറിനടുത്ത് എന്തായാലും നിർത്തിയിടാൻ ചാൻസ് ഉണ്ട്, നിർത്തിയിടും. ഇതാണ് ഡിണ്ടിക്കിൾ ജംഗ്ഷൻ. പ്ലാറ്റ്ഫോമിലൊന്നും വലിയ തിരക്കില്ല. തിരുച്ചിറപ്പള്ളി മധുരൈ ലൈനിലാണ് നമ്മുടെ ഡിണ്ടിക്കിൾ ജംഗ്ഷൻ ഉള്ളത്. ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഡിണ്ടിക്കിൾ. നമ്മളെ ട്രിച്ചി തിരുവനന്തപുരം ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ് ഇപ്പോൾ ഡിണ്ടിക്കിളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറി പോവുകയാണ്. ഇത് നമ്മുടെ തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റിയുടെ അതേ സെയിം റേക്ക് വെച്ച് ഓടുന്ന ട്രെയിനാണ് ട്രിച്ചി തിരുവനന്തപുരം ഇൻ്റർസിറ്റി. അതാണ് ഇപ്പോൾ ഡിണ്ടിക്കിൾ ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഡീസൽ വെച്ചൊരു ട്രെയിൻ വന്നിട്ടുണ്ട്. ഇത് രാമേശ്വരത്തേക്ക് വന്നൊരു സ്പെഷ്യലാണ്. തിരുച്ചിറപ്പള്ളി രാമേശ്വരം സ്പെഷ്യൽ ആ ട്രെയിനാണിത്. ഇതിവിടെ കൊണ്ട് നിർത്തിയിട്ട് നമ്മുടെ ട്രെയിൻ പോകും. നമ്മുടെ ട്രെയിൻ പോയിട്ടേ ഇതെടുക്കത്തുള്ളൂ. അമൃത എക്സ്പ്രസ് അങ്ങനെ ഡിണ്ടിക്കിൾ ജംഗ്ഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. നമ്മുടെ രാമേശ്വരം സ്പെഷ്യൽ അപ്പുറത്ത് തന്നെ കിടപ്പുണ്ട്. മധുരൈ ജംഗ്ഷനിലും ബിഫോർ ടൈമിന് തന്നെ കയറാനാണ് ചാൻസ്. ഇവിടെ ഒരു WP4 കിടപ്പുണ്ട്. ഈ 2 പ്ലാറ്റ്ഫോമുകളുടെ ഇടയ്ക്കായിട്ട് ആരക്കോണത്തിൻ്റെ ഒരു WP4. നമ്മുടെ അമൃത എക്സ്പ്രസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 16343 ആണ്. തിരുവനന്തപുരത്ത് നിന്ന് മധുരയിലേക്ക് വന്ന ട്രെയിൻ നമ്പർ. തമിഴ്നാട്ടിൽ ഈ ട്രെയിനാകെ പൊള്ളാച്ചി, ഉദുമലൈപ്പേട്ടൈ, പഴനി, ഒടഞ്ചത്രം, ഡിണ്ടിക്കിൾ ഇത്രയും സ്റ്റോപ്പുകളേ ഉള്ളൂ തമിഴ്നാട്ടിൽ. ബാക്കിയെല്ലാം കേരളത്തിലാണ്. കേരളത്തിലെ സ്റ്റോപ്പുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ കഴക്കൂട്ടം, വർക്കല, കൊല്ലം, കരുനാഗപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, എറണാകുളം ടൗൺ, ഇടപ്പള്ളി, ആലുവ, തൃശ്ശൂർ, ഒറ്റപ്പാലം, പാലക്കാട് ജംഗ്ഷൻ, പാലക്കാട് ടൗൺ, കൊല്ലങ്കോട്. ഈ ഡിണ്ടിക്കിൾ മധുരൈ റൂട്ടിൽ കുറേ റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട്. അവിടെ ഒന്നും ഈ ട്രെയിൻ സ്റ്റോപ്പില്ല. ഡിണ്ടിക്കിൾ കഴിഞ്ഞ് നേരെ മധുരയിലാണ് സ്റ്റോപ്പുള്ളത്. കൊടൈക്കനാൽ റോഡ് എന്നൊക്കെ പറഞ്ഞുള്ള റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നുണ്ട് ഇതിനിടയ്ക്കായിട്ട് തന്നെ. അവിടെ സ്റ്റോപ്പുള്ള വേറെ ട്രെയിനുകളൊക്കെ ഉണ്ട് കേട്ടോ.
കരുനാഗപ്പള്ളിയിൽ നിന്ന് മധുരൈ വരെ എനിക്ക് ഈ ട്രെയിനിൽ സ്ലീപ്പറിലായത് 315 രൂപയാണ്. ഈ അമൃത എക്സ്പ്രസ് മധുരൈ ജംഗ്ഷൻ എത്തേണ്ട ടൈം കൊടുത്തിരിക്കുന്നത് 9:55 ഇതതിനു മുമ്പ് തന്നെ മധുരൈ എത്തും. ഈ കോച്ചി നേരത്തെ പറഞ്ഞാൽ തന്നെ വേറെ ആരുമില്ല, ഞാനും വേറൊരു പുള്ളി മാത്രമേ ഉള്ളൂ. നല്ല നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. ദൂരെ മാത്രം ചെറിയ ചെറിയ കുന്നുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ട്രെയിൻ നല്ല സ്പീഡിലാണ് പോകുന്നത്, നല്ല കാറ്റുമുണ്ട്. അങ്ങനെ ട്രെയിൻ വേറൊരു റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. കുടൽ നഗർ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. കുടൽ നഗർ അങ്ങനെ സ്കിപ്പ് ചെയ്യുകയാണ്. മധുര എത്തിയിട്ടുണ്ട്. ട്രെയിൻ സ്ലോ ആയി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മധുരൈ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ട്രെയിൻ. ഇതാണ് നമ്മുടെ അമൃത എക്സ്പ്രസിൻ്റെ നെയിം ബോർഡ്. തിരുവനന്തപുരം മധുരൈ ജംഗ്ഷൻ വിയ പാലക്കാട്. കറങ്ങിയിട്ടൊക്കെയാണ് ഈ ട്രെയിൻ വരുന്നതെങ്കിലും ഫുള്ളായിട്ട് ഓടുന്നൊരു ട്രെയിനാണ് ഈ അമൃത എക്സ്പ്രസ്. ഇവിടെ ഈ സമയത്ത് വലിയ തിരക്കില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. 9:55 മധുരൈ എത്തേണ്ട വണ്ടി കുറച്ച് നേരത്തെയാണ് വന്നത്. ബിഫോർ ടൈം അടിച്ചാൽ മധുരൈ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു WDP-4D കിടപ്പുണ്ട്. ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ലിവറിയൊക്കെ അടിച്ചിട്ടുള്ള 40441. അങ്ങനെ നമ്മൾ മധുരൈ ജംഗ്ഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരു 2 വീലർ പാർക്കിംഗ് കാണാം, അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡും ഉണ്ട്. ഇവിടെ എല്ലാം വർക്ക് കിടക്കുകയാണ്, കണ്ടില്ലേ? ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഇതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും വർക്ക് കിടക്കുകയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ അമൃത എക്സ്പ്രസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.